ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ആനിയമ്മ എഴുതിയിരിക്കുന്നൊരു മെയിലാണ് വായിക്കുന്നത്. മാഡം, എൻ്റെ പേര് ആനിയമ്മ, 48 വയസ്സുണ്ട്. യഥാർത്ഥ പേരല്ല കേട്ടോ. ഈ കഥകളൊക്കെ കേട്ടിട്ടുള്ളൊരു പേര് ഞാനങ്ങ് ഇട്ടതാണ്. യഥാർത്ഥ പേര് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. ഞാൻ ഒരു ടീച്ചറാണ്. എനിക്ക് 2 പെൺമക്കളുണ്ട്. 2 പെൺമക്കളുടെയും കല്യാണം കഴിഞ്ഞ് അവർ വിദേശത്താണ്. ഞാനും ഭർത്താവും ടീച്ചേഴ്സാണ്. പിന്നെ ഹസ്ബൻഡ് റിട്ടയർ ആകാൻ 1 വർഷം കൂടിയേ ഉള്ളൂ. ഞങ്ങളുടെ ദാമ്പത്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇത്രയും നാളും ഒരു ടീച്ചർ ലെവലിൽ തന്നെയാണ് പോയത്. എന്ന് വെച്ചാൽ 2 പേരും അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രം ഒത്തുകൂടുക, ബാക്കിയുള്ള സമയത്ത് ഉപചാരപൂർവ്വം പെരുമാറുക. എൻ്റെ ഭർത്താവിന് എന്നോട് ബഹുമാനവും സ്നേഹവുമാണ്. തിരിച്ച് അങ്ങനെ തന്നെ വഴക്കും വക്കാണോ ഒന്നും ഉണ്ടാകില്ല. പിന്നെ ആവശ്യമുള്ളപ്പോൾ മാത്രം, എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് തോന്നുമ്പോൾ മാത്രം എൻ്റെ അടുത്തേക്ക് വരും. ആ സമയത്ത് ഞാൻ ഒഴിവ് കഴിവുകൾ ഒന്നും പറയാറില്ല. പക്ഷേ പണ്ടൊക്കെ ഇല്ലേ മാഡം, എനിക്കാണെങ്കിൽ ചില ദിവസങ്ങളിൽ, അതായത് ഡേറ്റ് വരുന്ന ചില ദിവസങ്ങൾക്ക് മുന്നേ എനിക്ക് വല്ലാത്ത ആവേശമായിരിക്കും. ഭർത്താവിനെ കാണുമ്പോൾ ഒന്നിങ്ങി വന്നെങ്കിൽ എന്നോർക്കും. പക്ഷേ അന്ന് അദ്ദേഹം എന്നെ മൈൻഡ് പോലും ചെയ്യില്ല. അങ്ങോട്ട് പോയിട്ട് അദ്ദേഹത്തിന് ഒരു സിഗ്നൽ കൊടുത്താലും പുള്ളി മാറിക്കിടക്കൂ എന്ന് പറയും. അങ്ങനെ സ്വഭാവമാണ്. അതോടുകൂടി ഞാൻ പിന്നെ എനിക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ അങ്ങ് മാറ്റിവെക്കും. ഇനിയിപ്പോൾ അങ്ങനോട് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? പുള്ളി ഒരിക്കൽ പോലും അതിനോട് പോസിറ്റീവായി പ്രതികരിക്കില്ല. എങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സമയത്താണെങ്കിൽ ഇങ്ങോട്ട് വരും. അന്ന് ചിലപ്പോൾ ഞാൻ വയ്യാന്ന് പറയുകയാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ പിന്നെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഇങ്ങനൊരവസ്ഥയാണ്. പലപ്പോഴും ഹസ്ബൻഡിനോട് എനിക്ക് പറയണം തോന്നിയിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ എനിക്ക് വല്ലാത്ത കൊടിയേറ്റമാണ്, വേലേറ്റമാണ്. ചേട്ടൻ എൻ്റെ അടുത്തേക്ക് വരൂ, ഇന്ന് വിത്തിറക്കാം എന്നൊക്കെ പറയണമെന്നുണ്ട്. പക്ഷേ അന്ന് പാടത്ത് വെറുതെ വെള്ളം കെട്ടിക്കിടക്കും, ഒരു വിത്ത് മറക്കില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ്. ഇതൊക്കെ ഒരിക്കലും പരസ്പരം ചർച്ച ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല. കാര്യം ടീച്ചേഴ്സാണല്ലോ, മാതൃകയാകേണ്ട ആൾക്കാരാണ്. അതുകൊണ്ട് പരസ്പരം ടീച്ചറെ സാറേ എന്നൊക്കെ വിളിച്ച് ഞങ്ങൾ ശരിക്കും പുറം ലോകത്തും അകൻ ലോകത്തുമെല്ലാം ഒരു പ്രത്യേക രീതിയിൽ സൂത്രവാക്യം പോലെ ജീവിച്ചു. അതുകൊണ്ട് ഗുണമുണ്ടോ എന്ന് വെച്ചാൽ ഗുണമുണ്ട്. വഴക്കം വക്കാണോ ഒന്നുമില്ല. മറ്റു പെണ്ണുങ്ങളെപ്പോലെ എൻ്റെ ഡേറ്റൊന്നും നിന്നിട്ടൊന്നുമില്ല. ആക്റ്റീവായിട്ട് പോകുന്നുണ്ട്. ഞാൻ ചെറുപ്പവും ചുറുചുറുക്കുമാണെന്ന് എല്ലാവരും പറയും. എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം അങ്ങനെയല്ല. കാര്യം അദ്ദേഹത്തിന് കാര്യമായ ചില കൊളസ്ട്രോളും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഒരു 5-6 വർഷമായിട്ട് അദ്ദേഹം റെസ്റ്റിലാണ്. ഞങ്ങൾ 2 പേരും 2 മുറികളാണ് കിടക്കുന്നത്. മക്കൾക്കും ഇതറിയാം. എൻ്റെ മകൾ എന്നോട് ചോദിച്ചു, അതിനെന്തിനാമേ 2 മുറിയിൽ കിടക്കുന്നത്, ഒറ്റയ്ക്കും കിടന്നാൽ പോരെ? അച്ഛന് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ അമ്മയെ വിളിക്കണ്ടേന്ന്. അപ്പോൾ ഞാൻ പറയും, അറിയില്ല മോളെ, അച്ഛൻ്റെ നിർബന്ധത്തിനാണ് അച്ഛൻ വേറെ മാറിക്കിടക്കുന്നതെന്ന് പറഞ്ഞ് കുട്ടികളുടെ കണ്ണിൽ ഞാൻ മണ്ണ് വാരിയിട്ടു. അങ്ങനെ 2 പേരുടെയും കല്യാണം കഴിഞ്ഞു. അതിൽ മൂത്തവൾ വിദേശത്ത് ആദ്യമേ അങ്ങ് പോയി. കാര്യം കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ മാത്രമേ നിന്നിട്ടുള്ളൂ. പക്ഷേ ഇളയ മകൾ ഇപ്പോഴാണ് വിദേശത്തേക്ക് പോയത്. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 1 വർഷം അവർ നാട്ടിലുണ്ടായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ അകലെയാണ് അവളെ വിവാഹം കഴിച്ചു വിട്ടത്. കാര്യം അത് പ്രേമകല്യാണമായിരുന്നു. പക്ഷേ ഞങ്ങൾക്കെല്ലാവർക്കും ചെക്കനെ ഇഷ്ടമായതുകൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ആ കല്യാണം നടന്നു. അവനെ ഞാൻ ചെറുപ്പം മുതലേ കാണുന്നതാണ്. എനിക്കും അവനെ ഇഷ്ടമാണ്. ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതൊന്നുമല്ല. എങ്കിലും എനിക്ക് അവനോട് നേരത്തെ സഹകരണമുള്ളത് കൊണ്ട് ആർക്കും പ്രശ്നങ്ങളില്ല. ഹസ്ബൻഡിനും അവനെ ഇഷ്ടമാണ്. നല്ല പയ്യനാണ്, സുന്ദരനാണ്. എൻ്റെ മോൾക്ക് അവനേക്കാൾ നല്ല സൗന്ദര്യമുള്ള ഒരാളെ കിട്ടണമെന്നുമില്ല. അവിടെ അവൻ്റെ മാതാപിതാക്കൾ അത്ര രസത്തിലുള്ള ആളുകളല്ല. ഞങ്ങളെപ്പോലെയല്ല. അവർ 2 പേരും 2 തട്ടിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുകയും പറയുക ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ അവൻ്റെ അമ്മ ആഹാരം വേറെ വെച്ച് കഴിക്കും, അച്ഛൻ വേറെ വെച്ച് കഴിക്കും. ഇതൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ ശേഷം മകൾ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായത്. പിന്നെ എന്ത് ചെയ്യാനാണ്? അവളോട് 2 പേർക്ക് പ്രശ്നമൊന്നുമില്ല. അവൾ ചെന്നതിൽ പിന്നെ 2 പേർക്കും ആഹാരം വെച്ച് കൊടുക്കും. അപ്പോൾ പിന്നെ 2 വെപ്പ് അങ്ങ് അവസാനിപ്പിച്ചു. എങ്കിലും അവിടെ അന്തരീക്ഷം അത്ര രസകരമല്ല. മരുമകനാണെങ്കിലും ഇവിടെ വന്ന് താമസിക്കുന്നതാണ് ഒത്തിരി ഇഷ്ടം. അതുകൊണ്ട് 1-2 ദിവസങ്ങളിൽ അവരിവിടെ വന്ന് ഈ വീട്ടിൽ താമസിക്കും. അവർ 2 പേരും വരുന്നത് ഇവിടെ എല്ലാവർക്കും സന്തോഷമാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡ് മാത്രമല്ലേ ഉള്ളൂ. എനിക്കും അവർക്ക് വെച്ച് വിളമ്പി കൊടുക്കാൻ ഭയങ്കര ഉത്സാഹമാണ്. എൻ്റെ മൂത്ത മകളെ അറേഞ്ച്ഡ് മാരേജാണ്. അവരിവിടെ താമസിച്ചിട്ടുണ്ട്. അന്ന് എനിക്ക് ഒരു പ്രത്യേകതയും തോന്നിയിട്ടില്ല മാഡം. പക്ഷേ ഇവർ 2 പേരും പ്രേമിച്ച് കല്യാണം കഴിച്ചല്ലേ. അതുകൊണ്ട് ഇവർ 2 പേരും കൂടെ വീട്ടിൽ
വന്നു കഴിയുമ്പോഴേക്കും ഒരു പ്രത്യേക വൈബാണ്. രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി നടക്കും. ടി വി കാണുമ്പോൾ ഇണക്കുരുവികളെ പോലെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചിപ്സൊക്കെ വായി വെച്ച് കൊടുക്കും. അതല്ലാതെ പറയാൻ കൊള്ളാത്ത പല കാര്യങ്ങളുമുണ്ട്. എല്ലാം കുസൃത്തരങ്ങളാണ്. ഭാര്യയും ഭർത്താവുമാണെന്ന് പറഞ്ഞ് ഇത്രയും ഓപ്പണായിട്ട് ഇങ്ങനെയൊക്കെ ചേഷ്ട കാണിക്കുന്നതിൽ എൻ്റെ ഭർത്താവിന് അത്ര ഇഷ്ടമല്ല. എങ്കിലും മകളും മരുമകനുമാണ്, എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒരു ദിവസം ഭർത്താവിനോട് സൂചിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളെപ്പോലല്ല, ന്യൂ ജനറേഷൻ പിള്ളേരാണെന്നും. അപ്പോൾ നമുക്കെന്താ കുഴപ്പമെന്ന് ഹസ്ബൻഡ് ചോദിച്ചു. കുഴപ്പങ്ങളെപ്പറ്റി ഇപ്പം പറയാൻ പോയി കഴിഞ്ഞാൽ അടിയും വഴക്കും ബഹളവുമാകും. അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. ഹസ്ബൻഡിന് ഇതിഷ്ടമല്ല, പക്ഷേ നിയന്ത്രിക്കാനും മടിയാണ്. എനിക്കാണെങ്കിൽ അവരോട് അത് പറയാനേ തോന്നുന്നില്ല. കാര്യം അവരുടെ ജീവിതം അവർ എൻജോയ് ചെയ്തോട്ടെ. ഇതിപ്പം നമുക്ക് അസ്വസ്ഥയെന്ന് പറഞ്ഞാൽ എന്താ? സത്യം പറഞ്ഞാൽ എനിക്ക് അസ്വസ്ഥതയൊന്നുമില്ല. എനിക്കതൊക്കെ കാണുമ്പോൾ അസൂയയായിരുന്നു കൂടുതലും. അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനും കാണാനും പലപ്പോഴും ഞാൻ അപ്രതീക്ഷിതമായി അവരിയ്ക്കുന്നിടത്തോടെ ഒന്ന് പാസ് ചെയ്യും. അത് ശരിയല്ല. മറ്റുള്ളവരുടെ പ്രൈവസി നോക്കുന്നത് നല്ല ശീലമല്ല എന്നൊക്കെ അധ്യാപികയായി എനിക്കറിയാം. എങ്കിലും എനിക്ക് നോക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളപ്പോഴാണ് ഒരു ദിവസം എനിക്കും ചേട്ടനും ഒരു കല്യാണമുണ്ടായിരുന്നു. ഞങ്ങൾ ആ കല്യാണ സ്ഥലത്തേക്ക് പോയി. ഏകദേശം 3 മണിയാകുമ്പോഴേ തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. കാരണം കുറച്ച് ദൂരമുണ്ട്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാനും ചേട്ടനും കൂടി വഴി പിരിഞ്ഞു. അദ്ദേഹം ഏതോ കൂട്ടുകാരോടൊക്കെ പോയി. മകളും മരുമകനും വീട്ടിലുണ്ട്. ഇന്നവിടെ തകൃതി മേളമായിരിക്കും. ഓക്കെ, എൻജോയ് ചെയ്യട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ കല്യാണം കഴിഞ്ഞ് ഊണ് കഴിച്ച ഉടൻ തന്നെ സ്വകാര്യ വാഹനത്തിൽ എൻ്റെ കുറേ ബന്ധുക്കൾ വീടിൻ്റെ അവിടേക്ക് മടങ്ങുന്നു. പക്ഷേ അതിൽ ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ. ചേട്ടൻ വരുന്നോ ചേച്ചി വരുന്നോ എന്ന് അവർ ചോദിച്ചു. ഞാനിപ്പോൾ ഹസ്ബൻഡിനെ കണ്ടുപിടിച്ച് ചോദിച്ചു, നിങ്ങൾ പോകുന്നോന്ന്? അപ്പം പറഞ്ഞു, ഇല്ല, ഞാൻ ബസ്സിനേ വരുന്നുള്ളൂ, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു. വീട്ടിൽ വേഗം ചെല്ലാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കയറി. പെട്ടെന്ന് വീട്ടിലെത്തി. ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കോളിംഗ് ബെൽ അടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ മുൻവാതിൽ ചേർത്തടച്ചിട്ടേ ഉള്ളൂ. ഞാൻ അകത്തേക്ക് കയറി. അപ്പോഴുണ്ട് എന്തോ ഒരു സീൽക്കാരം, ഒരുമാതിരി ഒരു ശബ്ദം. എനിക്ക് അത് പരിചിതമായ ശബ്ദമല്ല. കാര്യം എൻ്റെ ഹസ്ബൻഡിന് അത്രയും പരിചിതമായ ശബ്ദങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ആർജവുമില്ല. പക്ഷേ എങ്കിലും എൻ്റെ ഉൾവിളി മൂലം എനിക്ക് മനസ്സിലായി അടുക്കളയിൽ നിന്നാണ് ആ ശബ്ദം വരുന്നത്. ഇത് വേറെന്തോ ശബ്ദമാണ്. എന്തായാലും നോക്കിയേ പറ്റൂ. രണ്ടുപേരും തമ്മിലുള്ള കാര്യങ്ങൾ അമ്മയായി ഞാൻ ഒളിഞ്ഞു നോക്കുന്നത് ഒട്ടും ശ്ലാഘനീയമല്ല. എങ്കിലും ഞാൻ പതുങ്ങി നടന്നു. കാര്യം ഒരു ഉൾവിളി. അധ്യാപികയാണെന്നുള്ള കാര്യമൊക്കെ ഞാനങ്ങ് മാറ്റിവെച്ചു. എന്താണ് അടുക്കളയിൽ ഒരു ലഹളയെന്ന് നോക്കണ്ടേ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ടേക്ക് ചെന്നു. എത്തി നോക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ ഭാഗ്യത്തിന് എനിക്ക് എത്തി നോക്കേണ്ട കാര്യമില്ല. ഞാൻ നിൽക്കുന്നത് അവർക്ക് ജസ്റ്റ് കാണാമെങ്കിലും കാണുന്നില്ല. കാര്യം രണ്ടുപേരും അങ്ങോട്ടാണ്. അടുക്കള പാതകത്തിലേക്ക് അവൾ ചേർന്ന് നിൽക്കുകയാണ്. അവിടെ നിരന്തരം എന്തൊക്കെയോ കാര്യങ്ങളിൽ അവർ മുഴുകിയിരിക്കുകയാണ്. പക്ഷേ കാര്യങ്ങൾ കാണാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് ഞാൻ നിന്ന് കണ്ടു. ഞാൻ ലജ്ജലേശമന്യേ മാഡത്തോട് പറയുകയാണ്, എനിക്ക് 10 മിനിറ്റോളം ആ കാഴ്ചകൾ കാണേണ്ടി വന്നു. ഇടയ്ക്ക് അവർ ഒന്ന് മാറി. അത് കഴിഞ്ഞ് നെക്സ്റ്റുള്ള സെഷൻസാണ് എന്നെ ഞെട്ടിച്ചത്. കാരണം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒന്നും ഞാനും ഹസ്ബൻഡും തമ്മിൽ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് താല്പര്യവുമല്ല. ചെറിയ രീതിയിലുള്ള ചെറിയ കാര്യങ്ങളിലേക്ക് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കോൺസെൻട്രേഷൻ. അല്ലെങ്കിൽ ഡിഗ്നിറ്റി ഇല്ലാതെ പല കാര്യങ്ങളും പ്രവർത്തിക്കരുതെന്ന് എൻ്റെ ഭർത്താവ് ആദ്യമേ പറഞ്ഞിരുന്നു. ഇവിടെ ഇപ്പോൾ ഡിഗ്നിറ്റിയാണോ അല്ലയോ എന്നൊന്നും അറിയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു പുതുമയുള്ള കാഴ്ചയായിരുന്നു. എങ്കിലും ഈ സംഭവം എന്നെ വല്ലാതെ പിടിച്ചുലച്ചു കഴിഞ്ഞു. കാര്യം ഞാൻ വിചാരിച്ചതിനും ഒത്തിരി മുകളിലായിരുന്നു. ഒരിക്കലും ഞാനിങ്ങനെ വിചാരിച്ചിട്ടേ ഇല്ല മാഡം. ഇത്രയും വർഷങ്ങൾക്കിടയിൽ രണ്ടാമത്തെ ഭാഗം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, അയ്യോ ഇത് ശരിയല്ലെന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നാമ്പുറങ്ങളെ മാത്രം അംഗീകരിച്ചുകൊണ്ടിരുന്ന എനിക്ക് പിന്നാമ്പുറ ബന്ധങ്ങൾ ഒരിക്കലും അംഗീകരിക്കാനേ പറ്റിയിരുന്നില്ല. സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് എനിക്ക് അവയർനെസ്സുമില്ല. ഇവിടെ ഇപ്പോൾ തിരിഞ്ഞു നിൽക്കുമ്പോൾ അവിടെ മുന്നാമ്പുറമാണെന്ന് ഞാൻ വിചാരിച്ചെങ്കിലും രണ്ടാമത് നടന്നത് പിന്നാമ്പുറമായിരുന്നു. ആ പിന്നാമ്പുറത്തിലും എൻ്റെ മകൾ വളരെയധികം എൻജോയബിളായി, അവൾ വളരെ ആക്റ്റീവായി നിൽക്കുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മൂലവും പൊരുളാധാരവും ഒന്നായിത്തീരുന്ന കാഴ്ച കണ്ട് ഞാനും അത്ഭുതപ്പെട്ടു പോയി. മാറി മാറിയുള്ള
കാലചക്രങ്ങളുടെ ഗതി കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. രണ്ട് കാലചക്രങ്ങളും ഒരുപോലെ മാനേജ് ചെയ്യുന്ന മരുമകൻ്റെ കഴിവും എല്ലാം ഒത്തുകൊണ്ടുപോകുന്ന എൻ്റെ മകളുടെ കഴിവുമോർത്ത് ഞാൻ അത്ഭുതപ്പെട്ടു. ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഒരിക്കലും പറ്റില്ല. എനിക്ക് ഓർക്കാനേ പറ്റില്ല. ഇതൊക്കെ സ്വാഭാവികമാണോ, നടക്കുന്നതാണോ, ഇത് തന്നെ ഒരു മായക്കാഴ്ചയാണോന്ന് പോലും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പക്ഷേ തുടർച്ചയായി അവർക്ക് അങ്ങനൊരു സൗകര്യം ഞാൻ ചെയ്തു കൊടുത്തുകൂടാ. എൻ്റെ ഉള്ളിൽ അസൂയയോ പ്രശ്നങ്ങളോ പെരുകി. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു പോയി കോളിംഗ് ബെല്ലടിച്ചു. എന്നിട്ട് ഞാൻ കതക് തുറന്ന് അകത്തേക്ക് വന്നു. അപ്പോഴേക്ക് രണ്ടുപേരും കൂടി അവിടെ നിന്ന് മുന്നേക്ക് വന്നു. ഞാനപ്പോൾ തുറന്നു വരുന്ന കണ്ടപ്പോഴേക്കും അമ്മ ഇത്ര നേരത്തെ വന്നോ എന്ന് മോള് ചോദിച്ചു. മോള് ആകെ പരീക്ഷീണയാണ്. കാര്യം കാലചക്രം രണ്ടും എവിടെയായിരുന്നു എന്ന് ആർക്കറിയാം. തിരിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അവളെ തിരിക്കാൻ ഞാൻ വിട്ടില്ല. മകനും അതോർത്ത് കാണും. ആ അച്യുതണ്ടെല്ലാം ഇപ്പോഴും നല്ല രീതിയിലുണ്ട്. പക്ഷേ ഭ്രമണം നിലച്ചതിലുള്ള ഇച്ഛാഭംഗം അവൻ്റെ മുഖത്ത് കാണുന്നുണ്ടായിരുന്നു. ഇച്ഛ വേണം, ഭംഗം വേണം. കാര്യം അമ്മ വെറുതെ ഇവിടെ നിൽക്കുകയാണ്. അമ്മയ്ക്കും കാലചക്രം തിരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഭൂമിയുടെ അച്ചുതണ്ട് എനിക്ക് ഒരിക്കലും ഗുണകരമായിരുന്നില്ല. എൻ്റെ അച്ചുതണ്ടുകൾ എല്ലാം വേറേതോ ദിശയിലേക്ക് കറങ്ങിപ്പോയി. കാലചക്രം മുഴുവനും പിന്നോട്ട് മാഞ്ഞു പോവുകയായിരുന്നു. അമ്മയ്ക്ക് ഉപകാരമില്ല. അതുകൊണ്ട് മോളും ഇപ്പോൾ ഉപകരിക്കണ്ട. രാത്രിയിൽ എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്നാണ് വിചാരിച്ചത്. അസൂയയുടെ വേറൊരു രൂപം എൻ്റെ ഉള്ളിൽ ഉറയുകയായിരുന്നു എന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഞാൻ ഹെൽപ്ലെസ് ആണ്. അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ലെന്ന് പണ്ട് എൻ്റെ വല്യമ്മ പച്ചയായി പറഞ്ഞിട്ടുണ്ട്. അതൊരു പരമ യഥാർത്ഥമാണെന്ന് എനിക്ക് മനസ്സിലായി. അവർ രണ്ടുപേരും എന്നെ മാനേജ് ചെയ്യാൻ പാടുപെടുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം അടുപ്പത്ത് തിളച്ചു നിന്ന പാത്രമെടുത്ത് താഴെ വെച്ച് വെപ്രാളമായിരുന്നു അവരുടേത്. ഞാൻ വിചാരിച്ചത് എൻ്റെ മകൾ ഒന്നും അറിയാത്തൊരു പഞ്ചപാവം, പ്രേമിച്ചതൊക്കെ എങ്കിലും ഇത്രയും ഉജ്ജ്വലമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ച് ഭൂഗോളം മുഴുവനും തിരിക്കുമെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. അവൾ ഞാൻ വിചാരിച്ച പോലെയല്ല, ആരും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. എല്ലാവരുടെയും ഉള്ളിൽ ദുരൂഹതകളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ മകളെ അഭിനന്ദിക്കണോ, അസൂയപ്പെടണോ, അല്ലെങ്കിൽ ഈ കാഴ്ചകൾ കണ്ട് മറന്നുപോയ എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കണോ, എനിക്ക് ഒന്നും അറിയില്ല. ഞാൻ ശരിക്കും പെട്ടുപോയി. അവർക്ക് പിന്നെയും അവസരങ്ങളുണ്ട്. എനിക്കെവിടെ അവസരം? എൻ്റെ അവസരങ്ങളെല്ലാം കൊട്ടിയടക്കപ്പെട്ട് കഴിഞ്ഞു. പിന്നെയും പലതും ഞാൻ കണ്ടും കേട്ടും ഒക്കെ സഹിച്ചു നിന്നു. അപ്പോഴെല്ലാം എൻ്റെ മനസ്സിന് വമ്പൻ മാറ്റങ്ങൾ സംഭവിക്കുകയായിരുന്നു. എനിക്ക് ഒരു പൂക്കാലം പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. ആരെങ്കിലും തരുമോ എനിക്കൊരു പൂക്കാലം? ആര് തരാനാണ്? ഈ കിഴങ്ങൻ ഭർത്താവോ? ഒരിക്കലുമില്ല. ഒരു അധ്യാപികയുടെ സോ കോൾഡ് സ്റ്റാറ്റസ് അനുഭവിച്ച് ഞാൻ മുന്നോട്ട് പോകും. ഇത് എൻ്റെ മാത്രം പ്രശ്നമല്ല, ഒത്തിരി പേരുടെ പ്രശ്നമാണെന്ന് എനിക്കറിയാം. മറ്റുള്ള ടീച്ചർമാരുടെയും ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും അവർക്കും പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. ജനറേഷൻ എത്രയായാലും അധ്യാപകർക്കിടയിൽ ഇങ്ങനെയാണോ? ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിൽ കൂടിയും പറച്ചിലിങ്ങനെയാണ്. ഇവരുടെ ലീലാവിലാസങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയ സമയത്ത് രണ്ടുപേരും പെട്ടെന്ന് അങ്ങ് വിദേശത്തേക്ക് പോയി. അത് എനിക്ക് ഒരു ആശ്വാസമായിരുന്നു. അല്ലെങ്കിൽ കാഴ്ചകൾ മറഞ്ഞതിൽ ഒരു പ്രശ്നവുമുണ്ടായിരുന്നു. എങ്കിലും നോർമൽ നിലയിലേക്ക് തിരിച്ചു വരാമെന്ന് ഞാൻ മനസ്സിൽ കരുതി. പക്ഷേ കുട്ടികൾ പോയി കഴിഞ്ഞുള്ള ഓരോ രാത്രിയും എനിക്ക് നിദ്രാവിഹീനങ്ങളായിരുന്നു. ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചു കൂട്ടി. അസംതൃപ്തിയുടെ നാരുകൾ എന്നിലേക്ക് ഇറങ്ങി വന്നു. കൂടുകൂട്ടി മുട്ടയിട്ട് പെറ്റുപെരുകുമെന്ന് പോലും തോന്നിപ്പോയി. അസ്വസ്ഥത കുമിഞ്ഞുകൂടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാഡം ഒരു ഞായറാഴ്ച ഹസ്ബൻഡ് അവിടെയില്ല. എന്തോ അസോസിയേഷൻ മീറ്റിങ്ങിനോ മറ്റോ പോയിരിക്കുകയാണ്. വീടിനടുത്ത് ഓപ്പോസിറ്റ് ഒരു കടയുണ്ട്. അടുക്കളയിൽ എന്തോ ആവശ്യം വന്നപ്പോഴേക്കും ഞാൻ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കടയിലോട്ട് ചെന്നതാണ്. അപ്പോഴുണ്ട് എൻ്റെ ഒരു പഴയ സ്റ്റുഡൻറ്റ് അവിടെ ബുള്ളറ്റിലിരിക്കുന്നു. ജേസൺ എന്നാണ് പേര്. അവനെ പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. സൗന്ദര്യമുള്ളത് കൊണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ കക്ഷി ഒരു റോമിയോ ആയിരുന്നു. പല പ്രണയങ്ങളും ഉണ്ടായിട്ടുണ്ട്, അതിൽ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. സ്റ്റാഫ് റൂമിൽ പണ്ട് അച്ഛനും അമ്മയൊക്കെ സ്ഥിരമായിട്ട് വരുമായിരുന്നു. എങ്കിലും പല സമയത്തും പിള്ളേരല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അവനെ രക്ഷപ്പെടുത്തി വിട്ടിട്ടുണ്ട്. അതിൻ്റെ നന്ദി അവൻ എപ്പോഴുമുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞാണ് അവനെ കാണുന്നത്. കൊള്ളാം, നല്ലൊരുത്തനായിട്ടുണ്ടല്ലോ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അവൻ എന്നെ കണ്ടപ്പോഴേ ഓടിയെടുത്ത് വന്നു.
ടീച്ചറെ സുഖമാണോ? നമ്മൾ കണ്ടിട്ടിപ്പം 6 വർഷമായി കാണില്ലേ? ആ അതേടാ, നിന്റെ കല്യാണം കഴിഞ്ഞു? ആ കല്യാണം കഴിഞ്ഞു. വൈഫ് ഗൾഫിലായിരുന്നു, ഞാൻ അവിടെ കൂടെയാണ്. അവിടെ എനിക്ക് ജോലിയൊക്കെ ഉണ്ട്, പിന്നെ കുട്ടികളുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചോദിച്ചു, നിന്റെ ചുറ്റിക്കളികളൊക്കെ ഇപ്പോഴും ഉണ്ടോടാ, അതോ പെണ്ണുപിള്ള മാത്രമേ ഉള്ളൂ എന്ന് ഞാനിങ്ങനെ ശബ്ദം താട്ടി ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ടീച്ചറെ നന്നാണോ എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും, പക്ഷെ എന്ത് ചെയ്യാനാണ്, എൻ്റെ സൗന്ദര്യം കണ്ടപ്പോൾ ഗൾഫിലും എനിക്ക് പല ശല്യങ്ങളുമുണ്ടെന്ന്. അയ്യടാ, നീ ആരാണ്? അറബ് സുൽത്താനോ? ഒന്ന് നിന്നേ, ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് വാങ്ങിച്ചിട്ട് ഞാൻ അവനോട് പറഞ്ഞു, എടാ നീ വീട്ടിലോട്ട് വാ, എന്തായാലും ഈ റോഡ് സൈഡിൽ നിന്ന് കേൾക്കാൻ എനിക്ക് സമയമില്ല, നിന്റെ കഥകൾ കേൾക്കണമെന്നുണ്ട്, എൻ്റെ പാചകം നടക്കും, പാചകത്തിനിടയ്ക്ക് ഞാൻ ഓടി പോകുന്നെന്ന് പറഞ്ഞു. അവൻ ബുള്ളറ്റ് അവിടെ വെച്ച് നടന്ന് എൻ്റെ കൂടെ വന്നു. അകത്ത് കയറി കഴിഞ്ഞപ്പോഴേക്കും അവൻ ഞാനൊരു ടാങ്ക് കലക്കി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ആ എന്തായാലും നീ എൻ്റെ സ്റ്റുഡൻ്റ് അല്ലേ, നീ അടുക്കള വന്നിരിക്കടാ, ഒരു കസരയിട്ട് അരമണിക്കൂർ നിന്റെ കഥകളൊക്കെ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പാചകം തുടങ്ങി ഉച്ചയ്ക്കുള്ളത്. അവനാണെങ്കിൽ കല്യാണം കഴിഞ്ഞുള്ള കഥകളൊക്കെ പറയാൻ തുടങ്ങി. ഇതിനിടയ്ക്ക് 1-2 ബന്ധങ്ങൾ അവൻ സ്ഥാപിച്ചെടുത്തെന്നും മറ്റും പലതും എന്നോട് അവൻ പറഞ്ഞു. തുറന്നു പറഞ്ഞത് എന്തിനാണെന്ന് എനിക്കറിയില്ല. കാര്യം പണ്ടേ അവൻ്റെ കുരിപ്പുകളൊക്കെ എനിക്കറിയാമല്ലോ. ഞാൻ പറഞ്ഞടാ, ഇനിയെങ്കിലും നീ ഇതൊക്കെ നിർത്തണം, കാര്യം നിൻ്റെ ഭാര്യയെ വഞ്ചിക്കാൻ പാടില്ലെന്ന്. അപ്പോൾ അവൻ പറയുകയാണ്, വന്നങ്ങ് ചാടുകയാണ്, ഞാൻ എന്താ ചെയ്യുക, വല വിരിച്ചില്ലെങ്കിലും വമ്പൻ സ്രാവുകൾ എൻ്റെ അടുത്തേക്ക് വരികയാണെന്ന്. ഞാൻ ചോദിച്ചു, നീ ആരാ, സ്രാവിൻ്റെ അച്ഛനോ എന്ന് പറഞ്ഞ് കളിയാക്കി. അപ്പോൾ അവൻ പറഞ്ഞു, ടീച്ചറിനെ കളിയാക്കുന്നു, എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞു. ആ നിനക്ക് നല്ല സൗന്ദര്യമുണ്ട്, സമ്മതിക്കാതെ തരമില്ല എന്ന് പറഞ്ഞു. ആ സംസാരം പിന്നെ പല പല വിഷയങ്ങളിലേക്കും കടന്നു. അപ്പോൾ ഞാൻ എൻ്റെ കഥകളൊക്കെ അവനോടങ്ങ് പറഞ്ഞു. വീട്ടിൽ പണ്ട് ഞാൻ വളർന്നതും ഭർത്താവ് വന്ന ശേഷമുള്ള കാര്യങ്ങളും പിന്നെ മക്കളുടെ കാര്യങ്ങളുമൊക്കെ. അപ്പോൾ അടുക്കളയിൽ പണ്ട് മകളും മരുമകനും കൂടി നിന്ന പൊസിഷനിൽ നിന്നാണ് ഞാൻ പാചകം ചെയ്യുന്നത്. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു, ഇവിടെയും എനിക്കൊരു കഥ പറയാനുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ കണ്ട കാഴ്ച അങ്ങ് പറഞ്ഞു. അതുമാത്രവുമല്ല, അവരുടെ വ്യത്യസ്തമായ കാലചക്ര ഭ്രമണത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ പൊട്ടിച്ചിരിച്ചു. അതൊക്കെ സ്വാഭാവികമല്ലേ, സ്ത്രീകളും പുരുഷന്മാരും ഇൻ്റർനെറ്റ് വന്നതിൽ പിന്നെ ഒത്തിരി മാറി ടീച്ചറെ. പണ്ടത്തെ മുന്നാമ്പറ കഥകൾ കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താ ടീച്ചറെ പ്രയോജനം എന്ന് അവൻ ചോദിച്ചു. അടുപ്പത്ത് കറി തിളയ്ക്കുന്നു, തിളച്ച കറിയിൽ നിന്നും തുള്ളികൾ പുറത്തേക്ക് തെറിക്കുന്നു. ആ അവസ്ഥയിലായിരുന്നു ഞാനും. അപ്പോൾ അറിയാതെ ഞാൻ ചോദിച്ചു പോയി, നിനക്ക് എന്നോട് എന്തെങ്കിലും താല്പര്യം എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോയെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, ഓഫ് കോഴ്സ് 100 വട്ടം തോന്നിയിട്ടുണ്ട്, പക്ഷേ എൻ്റെ ടീച്ചറല്ലേന്ന്. ഇപ്പോൾ ഞാൻ ടീച്ചറല്ലെന്ന് വിചാരിച്ചാൽ? അപ്പോൾ അവൻ പറഞ്ഞു, എപ്പോഴാണെങ്കിലും എനിക്ക് പ്രവൃത്തികൾക്ക് ഒരു പ്രശ്നവുമില്ല, ടീച്ചറല്ലെന്ന് ഞാനിപ്പോൾ വേണമെങ്കിൽ വിചാരിക്കാമെന്ന് പറഞ്ഞു. എങ്കിൽ എൻ്റെ മകളായി ഞാനിവിടെ നിന്ന് പാചകം ചെയ്യട്ടെ, എൻ്റെ മരുമകനായി നീ വരുമോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, എപ്പോഴേ റെഡി, ടീച്ചർ പറഞ്ഞ കഥകൾ കേട്ട് ഞാനിപ്പോൾ തന്നെ ഒരു വശമായി എന്ന് പറഞ്ഞു. അവൻ്റെ ആലിംഗനത്തിലും ചുടുചുംബനത്തിലും ഞാൻ പെട്ടെന്ന് അകപ്പെട്ടു പോയി. അരി തിളയ്ക്കുന്നു, കറി തിളയ്ക്കുന്നു, ഉള്ളം തിളയ്ക്കുകയാണ്. അവൻ പറഞ്ഞു, മരുമകനും മകളും തമ്മിലുള്ള രംഗചിത്രീകരണങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു, അന്യഭാഷയിൽ റീമേക്ക് ചെയ്യുകയാണെന്ന് വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, റീമേക്ക് ചെയ്യണമെന്ന്. ആദ്യത്തെ റീമേക്ക് തന്നെ പെരും ഹിറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. 2 കുട്ടികളുടെ അമ്മയാണ് ഞാൻ. അവനെ പെണ്ണുങ്ങൾ ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായി. സൗന്ദര്യം മാത്രമല്ല, ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന മറ്റു പല വ്യക്തി ഗുണങ്ങളുമുണ്ട്, നിറഞ്ഞു കവിയുന്ന ഗുണങ്ങൾ. അതിൽ ഞാൻ വീണുപോയി. പിന്നെ മരുമകനും മകളും തമ്മിലുള്ള ബന്ധമല്ല റിപ്പീറ്റായത്, അതിൻ്റെ 100 ഇരട്ടി വേഗത്തിൽ റെയിൽ പാളത്തിലൂടെ ഓടുന്ന ട്രെയിനെ പോലെ ഞങ്ങൾ മുന്നോട്ട് പോയി. ഏകദേശം 1 മണിക്കൂർ. അത് മാഡത്തിന് വിശ്വസിക്കാൻ പറ്റുമോ? അവനൊക്കെ ഏത് ജന്മമാണെന്ന് ഞാൻ ശരിക്കും അമ്പരന്ന് പോയി. എൻ്റെ ഭർത്താവിനെ പോലെ 5 മിനിറ്റുകാരെ എടുത്ത് തോട്ടിലെറിയാൻ സമയമായെന്ന് മനസ്സിലായി. അവനെ ഞാൻ മനസ്സാ വരിച്ചു. ആ ഒരു സംഭവത്തോടു കൂടി എനിക്ക് അവനോട് പ്രണയമാണ് തോന്നിയത്. അവൻ്റെ നമ്പർ വാങ്ങിച്ച് ഞാൻ അവനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. നാട്ടിലുള്ള സമയത്തോളം, ഭർത്താവ് ഇല്ലാത്ത സമയത്ത് വരണം എന്ന് പറഞ്ഞു. അവനാദ്യം മടിയായിരുന്നു, കാര്യം സ്ഥിരം വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാകുമെന്ന്. എനിക്കാണെങ്കിൽ അവനോട് അമിതമായ പ്രണയം. ഞാനപ്പോൾ പറഞ്ഞു, പകൽ വേണ്ട, രാത്രിയാക്കൂ, ഞങ്ങൾ 2 പേരും 2 മുറിയിലല്ലേ എന്ന് പറഞ്ഞ് അവനെ ഞാൻ വീട്ടിനകത്തേക്ക് അതിഥിയായി ക്ഷണിക്കാൻ തുടങ്ങി. അവനും എന്നോട് പ്രണയം പോലെയായി മാഡം.
ഇപ്പോൾ ശരിക്കും ഞങ്ങൾ കുറേ കാലമായി എല്ലാ ദിവസങ്ങളിലും കഴിവില്ലാതെ മുന്നോട്ട് പോവുകയാണ്. അവൻ പിന്നെയും അടുത്ത മാസം തിരിച്ച് ഗൾഫിൽ പോവുകയാണ്. എനിക്ക് ഒട്ടും വിരഹദുഃഖം താങ്ങാൻ പറ്റുന്നില്ല. ശരിക്കും എൻ്റെ മനസ്സ് എൻ്റെ കയ്യിലല്ല. ഞാൻ ഫുൾ ടൈം കരച്ചിലാണ്. നാട്ടിൽ നിൽക്കാം, പക്ഷേ 5 ലക്ഷം രൂപ ബിസിനസ് ചെയ്യാൻ കൊടുക്കണമെന്ന് അവൻ പറയുന്നുണ്ട്. ഇപ്പം എനിക്കൊരു കൺഫ്യൂഷൻ. 5 ലക്ഷം രൂപയൊക്കെ നഷ്ടത്തിലാകുമോ? അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഹസ്ബൻഡ് അറിയില്ല, കൊടുക്കാനുണ്ട് താനും. പക്ഷേ അത് പിന്നീട് വല്ല പ്രശ്നങ്ങളും ഉണ്ടാക്കുമോ മാഡം? അവനെ എനിക്ക് വിട്ടുകളയാൻ പറ്റുന്നില്ല. വിട്ടുകളയാൻ പറ്റുന്നില്ലെങ്കിൽ 5 ലക്ഷം രൂപ കൊടുക്കുക. അത് വെള്ളത്തിൽ വരച്ച് വര പോലെ നിൽക്കുക. ഈ 5 ലക്ഷം രൂപ എന്ന് പറഞ്ഞത് അവന് കൊടുത്തത് എല്ലാ കാലത്തും നിങ്ങളോട് ചേർന്ന് നിൽക്കുക എന്നുള്ള ഗ്യാരണ്ടി ഒന്നുമില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ട്, അത് നിങ്ങൾ പണം കൊടുക്കുന്നു. അത് പോയെങ്കിൽ പോയി, വന്നെങ്കിൽ വന്നു, അങ്ങനെ വിചാരിച്ച് മാത്രം കൊടുത്താൽ മതി. കാര്യം 5 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരാളുടെ സ്നേഹമോ അല്ലെങ്കിൽ വേറെന്തെങ്കിലുമോ വിലയ്ക്ക് വാങ്ങാൻ പറ്റുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് വിഡ്ഢിത്തരമാണെന്ന് ടീച്ചർക്ക് തന്നെ അറിയാമല്ലോ. ഇഷ്ടമുണ്ടെങ്കിൽ 5 ലക്ഷമല്ല 50 ലക്ഷം വേണമെങ്കിലും ബാധ്യതയില്ലാതെ കൊടുക്കാം. പക്ഷേ അതിന് പേരിൽ അവർ നമ്മുടെ അവിടെ കാണും, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നും കാണും എന്നൊന്നും വിചാരിക്കാൻ പാടില്ല. ഇഷ്ടത്തിന് പേരിൽ അന്നേരം കൊടുത്തു, ചിലപ്പം അതിൻ്റെ പിറ്റേ മാസം അവർക്ക് വേറെ എവിടെയെങ്കിലും പോകേണ്ടി വരും, ബന്ധം ഒഴിയേണ്ടി വരും. അത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ക്യാഷ് ഒരു ഗ്യാരണ്ടി ഒന്നുമല്ല. ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കാം, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് ഒരു ഗ്യാരണ്ടിയാണ് ജീവിതകാലം മുഴുവൻ നിൽക്കാൻ എന്നൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ ഒരു പ്രായത്തിൽ നിങ്ങളിതിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ലെന്നാണ്. അവന് സാധ്യമാകുന്ന സമയത്ത് നാട്ടിൽ വരുമ്പോൾ കണ്ടാൽ പോരെ? അതിൽ കൂടുതൽ ആവശ്യമുണ്ടോ?